ആകാശവാണി കോഴിക്കോട്. യുവവാണി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. യുവതലമുറയുടെ വായനാശൈലിയും രീതിയുമെല്ലാം എന്നും ഒരു ചർച്ചാ വിഷയമാണ്. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന യുവത അവരുടെ വായനാ രീതികളെ നവീകരിക്കാറുമുണ്ട്. വായനയെക്കുറിച്ചുള്ള ഒരു ചർച്ച കേൾക്കാം ഇന്ന് യുവവാണിയിൽ. വായന, അനുഭവം, അനുഭൂതി എന്ന വിഷയത്തിൽ ലേഖകനും പ്രഭാഷകനുമായ NE സുധീറുമായി കോളേജ് വിദ്യാർത്ഥികൾ സംവദിക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. പങ്കെടുക്കുന്നവർ റസീന, ഫാത്തിമ ജുമാന, ജന്നത്ത് ഫസ്ലി. എന്റെ പേര് റസീന. ഞാൻ ദേവകിയമ്മ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിലെ ഫസ്റ്റ് ഇയർ BEd സ്റ്റുഡന്റ് ആണ്. മലയാളമാണ് എന്റെ സബ്ജക്ട്. ഞാൻ ജന്നത്ത് ഫസ്ലി, ഫറൂഖ് കോളേജിലെ ഡിഗ്രി തേർഡ് ഇയർ കഴിഞ്ഞപ്പോൾ BA ഇംഗ്ലീഷ് ആയിരുന്നു. എന്റെ പേര് ഫാത്തിമ ജുമാന. ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഫസ്റ്റ് ഇയർ BSc മാത്സ് ആണ്. ഓക്കെ, അപ്പോ ഓർമ്മയെ എങ്ങനെയാണ് വായന ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ പലപ്പോഴും ചരിത്രം പഠിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഫിക്ഷനിലൂടെ ആയിരിക്കും, കഥകളിലൂടെ ആയിരിക്കും. അതേപോലെ നമ്മളുടെ ഓർമ്മ കൂടുക കുറയുക എന്നുള്ളതിലൊക്കെ വായനക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ടോ? അതേപോലെ നമ്മൾ ഓർക്കുന്നതിന് നമ്മൾ വായിക്കുന്ന പുസ്തകത്തിന്റെ ഛായ വരാറുണ്ടോ? അങ്ങനെ സാറിന് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എന്താണ് വായന എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇതിനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. വായന അടിസ്ഥാനപരമായിട്ട് തീവ്രമായ വായന എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ആംഗിൾ അല്ല, ഒരു ധ്യാനം പോലെയാണ്. ഒരു ഏകാഗ്രതയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ആ ഏകാഗ്രത സൃഷ്ടിക്കുന്ന രണ്ട് രീതിയിലാണ്. നമ്മൾ സ്വയം ഏകാഗ്രത ആഗ്രഹിച്ചുകൊണ്ട് വായിക്കുന്നു. മറ്റൊന്ന് ആ കണ്ടന്റ്, ആ പാഠം അല്ലെങ്കിൽ ആ പുസ്തകം നമ്മളിലേക്ക് ഏകാഗ്രത ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ നമ്മളെ എടുത്തുകൊണ്ടുപോകുക പുസ്തകം, ചില പുസ്തകങ്ങൾ. അപ്പൊ അങ്ങനെ നമ്മൾ തീവ്രതയോടെ ഏകാഗ്രതയോടെ വായിച്ചൊരു പുസ്തകത്തിലെ കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കാതെ തന്നെ ഓർമ്മയിൽ ഉണ്ടാവും. എപ്പോഴും അത് വായിച്ചുകൊണ്ടിരിക്കണമെന്നില്ല. ഗാഢമായി നമ്മളെ മസ്തിഷ്കത്തിലേക്ക് കടന്നു വന്നൊരു സാധനം അതെന്തെന്നായാലും ശരി, അത് ഇൻഫർമേഷൻ ആയാലും ശരി, ഒരു അനുഭവ കഥയായാലും ശരി, അത് നമ്മളെ ഓർമ്മയിൽ നിൽക്കും. അപ്പൊ എനിക്കൊക്കെ ഇപ്പൊ എപ്പോഴെങ്കിലും ഇപ്പം വായനയെക്കുറിച്ചോ എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കുകയോ പ്രഭാഷണം ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കാത്ത എന്നോ വായിച്ച പുസ്തകത്തിൽ ഒരു ഭാഗമായിരിക്കും ചിലപ്പം പറയാൻ വരുന്നത്. പിന്നെ ഞാൻ തന്നെ ഓർത്തെടുക്കും, അവിടെ എത്തുന്നവരെ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ, പക്ഷെ അതെങ്ങനെ വന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഇതുണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാന്ദർഭികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന അത് നമ്മൾ ആവശ്യാനുസരണം നമ്മളിലേക്ക് ഓർമ്മിച്ച് എടുത്തിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ മസ്തിഷ്കത്തിനുണ്ട്. അപ്പൊ അത് ഈ വായനയുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും നിലനിൽക്കുക. ഇൻഫർമേഷൻ പോലെയല്ല അനുഭവം നിലനിൽക്കുക. ഇൻഫർമേഷൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പാഠപുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച് തലയിലേക്ക് കയറ്റേണ്ടി വരും. പക്ഷെ മറ്റതല്ല, അതൊരു തീവ്രാനുഭവമായിട്ട് നമ്മുടെ ആന്തരികമായ ഒരു തലത്തിലേക്ക് അത് കടന്നുപോകും. അതവിടെ അങ്ങനെ നമ്മൾ അറിയാതെ നിലനിൽക്കും. അത് ഉൾക്കൊള്ളാനുള്ള കരുത്താണ് മസ്തിഷ്കത്തിനുണ്ട്. അതുകൊണ്ടാണ് വായന അതിന്റെ ഏറ്റവും സവിശേഷമായ ഒരു പ്രത്യേകതയായിട്ടുള്ളത്. മനുഷ്യരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മനുഷ്യരും മറ്റു ജീവജാലികളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മുടെ അതിന്റെ വ്യത്യാസം ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവാണ്. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. മറ്റു ജീവികൾക്കൊന്നും ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല. ഈ ഭാഷയിലൂടെയാണ് നമ്മൾ എഴുത്ത്, വായന ഇതൊക്കെ നിലനിൽക്കാൻ പറ്റിയത്. അപ്പോൾ വായനയിലേക്ക് വന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഭാഷയാണ്. ഈ ഭാഷയാണ് നമ്മളെ വായനയിലേക്കും അതുപോലെ അറിവിനെ, അനുഭവത്തെ സംരക്ഷിച്ചു വെക്കാൻ, അത് കൈമാറ്റം ചെയ്യപ്പെടാൻ, അതിനെ പുതുക്കി പണിയാനൊക്കെ കഴിയുന്ന ഒന്നാക്കി മാറ്റിയത്. സാറ് ഏത് പുസ്തകത്തിലൂടെയാണ് ഈ വായനയിലേക്ക് വരുന്നത്? ഇപ്പം സാറിന്റെ ഫസ്റ്റ് ബുക്ക് ഏതായിരുന്നു? അതുമല്ല, ഇപ്പം സാറിന്റെ യങ്സ്റ്റർ ആ ഒരു ഏജില് ഇന്ന പുസ്തകം വായിച്ചാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പുസ്തകം നേരത്തെ വായിച്ചിരുന്നെങ്കിൽ എനിക്ക് അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ള ഒരു ഇതുണ്ടാവല്ലോ നമുക്ക്. അത് ഏത് പുസ്തകമാണ് സാറിന് തോന്നിയിരിക്കുന്നത്? വായനയുടെ ഒരു സ്വഭാവം രൂപീകരണം എന്ന് പറയുന്നതിൽ എന്റെ കാര്യത്തിലൊന്നും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഞാൻ വളരെ നാട്ടുമ്പുറത്തായ ഒരു കാലത്ത് ഒരു ഇതാണ് ജീവിച്ചത്. അവിടെ ആരെങ്കിലും എന്നോട് ഇന്നത് വായിക്കണം എന്ന് പറഞ്ഞു തരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവരാരും എന്റെ വീട്ടിലാർക്കും പറ്റിയിരുന്നില്ല. ഒരുപക്ഷെ എന്റെ സ്കൂളുകളിൽ പഠിക്കുന്നുള്ള അന്നത്തെ അധ്യാപകർക്കും പറ്റിയിരുന്നില്ല. എന്റെ ഓർമ്മയിലുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത് അതിന്റെ പേര് സന്തുഷ്ട കുടുംബം എന്നാണ്. ആരെഴുതിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ എന്റെ വീട്ടിന്റെ മുകളിലത്തെ നിലയിൽ ഒരു ദിവസം വെറുതെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഷെൽഫിൽ ഒരു പുസ്തകം ഇങ്ങനെ കാണുകയാണ്. ആ പുസ്തകത്തിന്റെ ഒരു മങ്ങിയ ഓർമ്മ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എഴുത്തുകാരന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. 4ലോ 5ലോ ഒക്കെ പഠിക്കുമ്പോഴായിരിക്കും മലയാളത്തിലൊരു വലിയ പുസ്തകം, ഏതോ റഷ്യൻ പുസ്തകമാണെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല ഇത്രയും കാലമായിട്ടും അതിന്റെ ഓതറെ. സന്തുഷ്ട കുടുംബം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതാണ് ഒരുപക്ഷെ ആദ്യമായിട്ട് ഞാൻ വായിച്ചു എന്ന് പറയുന്ന ഒരു പുസ്തകം. പക്ഷെ കണ്ടെന്നൊന്നും ഓർമ്മയില്ല, ഒരു ഏകദേശ ധാരണ മാത്രമേ ഉള്ളൂ. പിന്നീടും വായനയെ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ളതൊന്നും സ്കൂളിൽ നിന്നും മറ്റൊന്നും കിട്ടിയില്ല. കുറെ കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഹൈസ്കൂളിലേക്ക് എത്തിയപ്പോഴാണ് കുറച്ചെങ്കിലും പൊതുവായന എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മളെ ആരെങ്കിലും അധ്യാപകർ നമ്മളെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. എന്ന് വെച്ചാൽ അത്തരം വായനയുള്ള 1-2 അധ്യാപകരുണ്ടായിരുന്നു. അവര് ഇന്നത്തെ
ഇന്നത് വായിക്കണം എന്നും പറഞ്ഞില്ല. അവരിപ്പോ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിരുന്ന എന്റെ അധ്യാപകൻ എപ്പോഴും ക്ലാസ്സിൽ സാഹിത്യത്തെക്കുറിച്ച് പറയുക. എന്ത് പറയുമ്പോൾ അദ്ദേഹം സാഹിത്യത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ എടുത്ത് പറയും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇപ്പൊ എന്താണ് ഇദ്ദേഹം ഇത് പറയുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ പുസ്തകം താല്പര്യത്തോടെ നമ്മൾ അന്വേഷിക്കും, അല്ലെങ്കിൽ അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കും. അദ്ദേഹം വളരെ രസികനായ വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാൻ കഴിവുള്ളൊരു അധ്യാപകനാണ്. ഇൻസിഡന്റലി ഒരു പുസ്തകം എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനമാണെന്ന് മനസ്സിലാക്കിയ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ എന്റെ 10ാം ക്ലാസ്സിലെ അവസാനമായപ്പോൾ ഞങ്ങളുടെ സ്കൂളിലൊരു ഫംഗ്ഷൻ ഉണ്ടായി. ആ ഫംഗ്ഷന് ഞങ്ങളൊക്കെ കൂടി ഒരു നാടകമൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുട്ടികളൊക്കെ കൂടി ചെയ്യുന്ന പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അനൗൺസ് വരുവാണ്. കുട്ടികളിലെ ആ വർഷത്തെ ബെസ്റ്റ് സ്റ്റുഡൻസ് അവാർഡ് ഡിക്ലെയർ ചെയ്തു. 1ാം സ്ഥാനം എനിക്കുണ്ട്. ഞാൻ നാടകത്തിന്റെ റിഹേഴ്സലൊക്കെ ചെയ്യുമ്പോഴാണ് ഈ അനൗൺസ്മെന്റ് വരുന്നത്. അപ്പൊ സ്റ്റേജിൽ കയറി ആദ്യത്തെ കുട്ടി ആദ്യം സെക്കൻഡ് പ്രൈസ് ആണ് കൊടുത്തത്. അങ്ങനെയുണ്ട്, ചിലപ്പോൾ റിവേഴ്സിൽ കൊടുക്കുമല്ലോ. അങ്ങനെ ഈ പ്രൈസ് ആ കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടിക്ക് വലിയൊരു ബോക്സ് ആയിരുന്നു. ഞാനിങ്ങനെ ആകാംക്ഷയുടെ, ചെറിയ കുട്ടിയല്ലേ, ആകാംക്ഷയുടെ എന്റെ പ്രൈസ് എന്തായിരിക്കും, അതിലും വലുതായിരിക്കുമല്ലോ എന്നുള്ള ആകാംക്ഷയോട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. 1ാമത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയപ്പോൾ എനിക്കൊരു ചെറിയ പൊതി, ഭയങ്കര അപ്സെറ്റായി. അന്നേരം ഇത് നോക്കാൻ പറ്റില്ല, കാരണം ഉടനടി നാടകത്തിലേക്ക് പോകണം, വേഷം കെട്ടിരിക്കുക. ഞാൻ വളരെ അസ്വസ്ഥനായിട്ട് ഞാൻ വീട്ടിൽ പോയതിനു ശേഷമാണ് ഈ പൊതി അഴിഞ്ഞു നോക്കി. അതൊരു പുസ്തകം. അപ്പൊ എന്നെ അറിയുന്ന അവിടുത്തെ അന്നത്തെ പ്രധാന അധ്യാപകൻ, ഹെഡ് മാസ്റ്റർ, എനിക്കൊരു പുസ്തകവും മറ്റേ കുട്ടിക്ക് വേറെന്തോ ഒരു സാധനവും ഗിഫ്റ്റായിട്ട് കൊടുത്തു. അപ്പൊ അത് എനിക്കൊരു ലെസണായി. പുസ്തകം എന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണെന്ന്, ഞാൻ വായിക്കാൻ താല്പര്യമുള്ള ആളാണെന്നും അദ്ദേഹത്തിന് അറിയുന്നത് കൊണ്ട് അദ്ദേഹം ചെയ്ത ഗിഫ്റ്റാണ്. ഈ ഒരു സംഗതി എന്റെ മനസ്സിൽ നിൽക്കാൻ കാരണം എന്തുകൊണ്ടാ, ഈ പുസ്തകത്തോടുള്ള താല്പര്യം അല്ലെങ്കിൽ പുസ്തകത്തിന്റെ പ്രാധാന്യം അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു തരികയായിരുന്നു ഈ ചെറിയൊരു കാര്യത്തിലൂടെ. എനിക്ക് ആദ്യം ദേഷ്യമാണ് വന്നത്. ഇന്നും എനിക്ക് ആ പുസ്തകമുണ്ട്. അത് പാശ്ചാത്യ വെസ്റ്റേൺ ഫിലോസഫേഴ്സിനെ കുറിച്ച് എഴുതിയ കുറെ, ഇപ്പൊ നീഷെ, മാർക്സ്, റൂസോ, റസ്സൽ, അവരെ കുറിച്ചൊക്കെയുള്ള ചെറിയ ബയോഗ്രഫീസ് ഉൾപ്പെട്ടൊരു പുസ്തകമായിരുന്നു. അതൊരു വെളിച്ചമായി. കാരണം അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ആരാണ് നമ്മൾ കേൾക്കാത്ത കുറെ മനുഷ്യർ, അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷെ അത് അവരെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് വായിച്ചപ്പോൾ അവർക്ക് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ലോകത്തോട്. അവരെന്നോ പറഞ്ഞവരാണ്. എനിക്ക് മുന്നേ എത്രയോ തലമുറകൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ച മനുഷ്യർ പറഞ്ഞ അറിവ് സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവരെക്കുറിച്ചാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. എനിക്കൊരു വെളിച്ചമായിരുന്നു. പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ധാരണയും അതോടെ മാറുകയായിരുന്നു. പുസ്തകം വളരെ പ്രധാനപ്പെട്ടതാണ്, വലുപ്പമല്ല പ്രധാനം എന്ന ഒരു തിരിച്ചറിവ് കൂടി മാഷർ തരികയായിരുന്നു. അതാണ് തുടക്കം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അന്തർദേശീയ പുസ്തകമാണ് ടോട്ടോച്ചാൻ. ഞാൻ പൊതുവെ ഒരു BEd സ്റ്റുഡന്റ് കൂടെ ആയതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. ഇതുപോലെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അന്തർദേശീയ പുസ്തകം ഏതാണ്? വായിച്ച ഏറ്റവും നല്ല പുസ്തകം, ആ ചോദ്യം നല്ല വായനക്കാരന് മുന്നിൽ അത് പ്രസക്തമല്ല. കാരണം അത് പിന്നെയും പിന്നെയും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ സാധാരണ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അറിയപ്പെടുന്ന ഒരു പുസ്തകമായിരിക്കും നമ്മൾ ഒരു ഇഷ്ടപ്പെട്ട പുസ്തകമായിട്ട് പലരും പറയുക. അതിലുപരിയായിട്ട് ഒട്ടും അറിയപ്പെടാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നല്ലതെന്ന് കരുതാത്ത ചില പുസ്തകങ്ങൾ വായനയിൽ ഭയങ്കരമായ അനുഭവമായിട്ട് നമ്മളിലേക്ക് നിൽക്കും. അപ്പൊ അങ്ങനെ ധാരാളം പുസ്തകങ്ങൾ നമ്മളെ നല്ലതെന്ന് പറയാം. പിന്നെ ഇന്ന് പഴയ പോലെയല്ല, എന്ത് വായിക്കുന്നു എന്നുള്ളത് ഇതിനേക്കാൾ പ്രസക്തി എന്തെല്ലാം വൈവിധ്യമുണ്ട് വായനയിൽ എന്നുള്ളതാണ്. വായന അത്രമാത്രം വൈവിധ്യമായി. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ എന്നൊരു ചോദ്യമാക്കി മാറ്റാം, ഏറ്റവും ഇഷ്ടപ്പെട്ട സയൻസ് ഫിക്ഷൻ എന്നൊരു ചോദ്യമാക്കാം, ഏറ്റവും ഇഷ്ടപ്പെട്ട സാഹിത്യ പുസ്തകം എന്ന രീതിയിലാക്കാം, ഏറ്റവും ഇഷ്ടപ്പെട്ട വൈജ്ഞാനിക പുസ്തകം എന്നാക്കാം. അപ്പൊ അങ്ങനെ ഒരുപാട് വൈവിധ്യമാണ്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അന്നിപ്പോ നമുക്ക് നോവൽ അല്ലാത്ത പുസ്തകങ്ങൾ രണ്ട് തരത്തിലൊക്കെ ആളുകൾ പറയുള്ളൂ. നോവൽ വായിക്കണം, നോവൽ വായിക്കണം, അല്ലാത്ത വായിക്കും. ഇന്നതൊന്നുമല്ല. ഇന്ന് അതിഭീകരമായ രീതിയിൽ പുസ്തകങ്ങളുടെ ലോകം വിശാലമായിട്ട് വർദ്ധിച്ചു. കണക്കെടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു കണക്ക്, കൃത്യതയൊന്നുമില്ല അതിനകത്ത്, വളരെ സാമ്പ്രദായികമായ ഇപ്പം പ്രധാനപ്പെട്ട പ്രസാധകരാൽ പബ്ലിഷ് ചെയ്യുന്ന പുസ്തകങ്ങളുടെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ 15 കോടിയോളം ഉണ്ടെന്നാണ് പറയുന്നത് ലോകത്ത്. 15 കോടി. നിങ്ങൾ ഒരു ദിവസം എത്ര പേജ് വായിക്കും? ഒരു പുസ്തകം ഒരു ദിവസം എത്ര പേജ് വായിക്കും? നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു സമയമാണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി വരെ പോകും. അല്ല, എന്നാൽ 200 പേജ് വായിക്കണം. നിങ്ങൾ ജീവിതത്തിലെ പല കാര്യങ്ങളും നിർത്തിവെക്കേണ്ടി വരും. അല്ലെ? അങ്ങനത്തെ പുസ്തകങ്ങൾ കിട്ടുകയാണെങ്കിൽ അതുമില്ല. നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ പഠിക്കേണ്ട കുട്ടികളാണ്, പഠിക്കണം, ബാക്കി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് പരിമിതമാണ്. ജോലി ചെയ്യുന്ന എനിക്കാണെങ്കിൽ എന്റെ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റ് സാമൂഹിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിട്ടുന്നത്. അപ്പൊ 50 പേജ് 60 പേജൊക്കെ നമുക്ക് സാധാരണ ദിവസം കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ആർത്തി പിടിച്ച് ബാക്കിയെല്ലാം മാറ്റിവെച്ച് വായിക്കുന്ന വേറെ. അപ്പൊ 50 പേജ് കിട്ടിക്കഴിഞ്ഞാൽ 50 പേജ് വായിക്കുന്ന ഒരാള് 365 ദിവസവും 50 പേജ് വായിക്കുന്നു എന്ന് വിചാരിക്കുക. സാധ്യമല്ല. എന്നാലും ചാഡ്യം പിടിച്ച് 365 ദിവസം വായിക്കുന്നു. ഒരു ദിവസം വായിച്ചില്ല, നമ്മൾ പക്ഷെ അടുത്ത ദിവസം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി 100 പേജ് വായിക്കും. അപ്പൊ 365 × 50, അങ്ങനെ ശരാശരി നമ്മളൊരു 80 വയസ്സ് വരെ ജീവിക്കുന്നു വിചാരിക്കുക, അല്ലെ 70 വയസ്സ് ആവറേജ് ഏജ് 70 വയസ്സ്. 70 വയസ്സിൽ ഒരു ആദ്യത്തെ 10 കൊല്ലം നമ്മൾ കുട്ടികളാണ്, നമ്മൾ വായിക്കുന്നില്ല. അപ്പൊ 60 വയസ്സ്, 60 വർഷം 365 × 50 × 60 മാത്തമാറ്റിക്സുകാർ ഇപ്പൊ കണക്ക് കൂട്ടിക്കാണും. അങ്ങനെ വായിച്ചാൽ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നമുക്ക് 300 പേജിലുള്ള ഏകദേശം 3000 പുസ്തകം വായിക്കാൻ പറ്റും. 15 കോടിയിൽ നിന്ന് വളരെ കുറവാണ്. അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ വളരെ സെലക്റ്റീവായേ പറ്റുള്ളൂ. എന്ത് വായിക്കണമെന്ന് നമ്മൾ നിശ്ചയിക്കണം. 15 കോടിയിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം കണ്ടെത്തുന്നത് അസാധ്യമായ കാര്യം. 3000-ൽ നിന്ന് പോലും കണ്ടെത്തുക അസാധ്യം. നമ്മളെല്ലാം നമ്മളെ ബുക്ക് ഷെൽഫിൽ നോക്കി നമ്മൾ അന്തം വിടും. എന്ന് വായിച്ചു തീർക്കാനാണ്.
അങ്ങനെ വലിയ പ്രശ്നമുണ്ട്. നോവലുകളിൽ ഇഷ്ടപ്പെട്ട പുസ്തകം എന്ന് വേണമെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ നോവലുകളിൽ ഇപ്പം ഇന്ത്യൻ ഭാഷകളിലെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണ് താരാശങ്കർ ബന്ദോപാധ്യായയുടെ ആരോഗ്യ നികേതനം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ബംഗാളി നോവലാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് നോബൽ സമ്മാനമൊക്കെ കിട്ടേണ്ടിയിരുന്ന എന്ന് കരുതുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യൻ നോവൽ. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം സെലക്റ്റീവ് ആവണം എന്ന് പറഞ്ഞതുകൊണ്ട് കൂടിയാണ്. ഇപ്പൊ പണ്ടൊക്കെ അല്ലെങ്കിൽ കുറച്ചു മുമ്പൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും വളരുന്നതിന് മുമ്പ് ഒരു പുസ്തകം വായിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നത് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചർച്ചയിൽ കേട്ടിട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാർ അത് വായിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ പൊതുവെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ റീലുകളിലോ അല്ലെങ്കിൽ പോസ്റ്റുകളിലോ ഉള്ള ഏതെങ്കിലും ഒരൊറ്റ സെന്റൻസിൽ നിന്ന് ഒരു ക്യാച്ച് ഫ്രേസിൽ നിന്നൊക്കെയാണ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഇഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഒരു പുസ്തകം വിറ്റുപോകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് കുറച്ചും കൂടി എന്താ പറയാ ബോധപൂർവം സെലക്റ്റീവായി അതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാനൊക്കെ വായന തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ഇല്ല, ഗൂഗിളില്ല, ഇപ്പൊ സെർച്ച് എഞ്ചിൻ ഒന്നുമില്ല. നമ്മുടെ മറ്റുള്ളവരുടെ വർത്തമാനങ്ങളിൽ നിന്ന് വായനക്കാരായ ആൾക്കാരുടെ അറിവിൽ നിന്ന് ലൈബ്രറികളിൽ നിന്ന് ഒരു പുസ്തകത്തിൽ നിന്ന് മറ്റൊരു പുസ്തകത്തിലേക്ക് ഒരു പുസ്തകം വായിക്കുമ്പോഴായിരിക്കും അതിന്റെ ആമുഖത്തിലോ എവിടെയെങ്കിലും മറ്റൊരു പുസ്തകത്തെ പരാമർശിച്ചിട്ടുണ്ടാവും. നോവലുകളിൽ പോലും മറ്റൊരു നോവലിന്റെ റെഫറൻസ് ഉണ്ടാവും. അപ്പൊ അത് തേടിപ്പോവും. നമ്മൾക്ക് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് എവിടെയെങ്കിലും എഴുതിയിരുന്നെങ്കിൽ അയാളുടെ ഇഷ്ടങ്ങൾ തേടി നമ്മൾ പോകും. അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങളും അന്വേഷണങ്ങളൊക്കെ പരിമിതമാണ്. പക്ഷെ ഇന്നത്തെ നിങ്ങളുടെ ലോകത്ത് അതല്ല, പരിമിതമല്ല. പക്ഷെ അപരിമിതമായതിന്റെ എല്ലാ ദോഷങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് പോലും അറിയാം എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഫോഴ്സ്ഫുൾ ആവും നമ്മൾ. കാരണം നിങ്ങൾ ഈ പറഞ്ഞ ഇൻസ്റ്റാൾ റീല് അല്ലെങ്കിൽ ഒരു വാചകം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇവര് നമ്മളിലേക്ക് ഒരു പുസ്തകത്തെ അടിച്ചേൽപ്പിക്കും. അത് നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ചിലപ്പോൾ അത് വായിച്ചതിന് ശേഷമായിരിക്കും. ചിലപ്പോൾ വായിച്ചാൽ ഡിസപ്പോയിന്റിംഗ് ആയിരിക്കും ചെയ്യും. അതൊരു തരം അധിനിവേശമാണ്. ഈ ഒരു പ്രശ്നം നമ്മൾ എല്ലാ ഇഷ്ടങ്ങളിലും ഉണ്ട്. നമ്മളുടെ ഡ്രസ്സിലായാലും നമ്മുടെ പുസ്തകങ്ങളിലായാലും നമ്മൾ വേറെ എന്ത് തീരുമാനിക്കുന്നതിലും മാർക്കറ്റിന്റെ സ്വാധീനം അല്ലെങ്കിൽ മൂലധനത്തിന്റെ സ്വാധീനം കടന്നു വരും. അതൊരു വലിയ പ്രതിസന്ധിയാണ്. ഒരു കാര്യം നിങ്ങൾ ഈ പറഞ്ഞ പോലെ മുൻ തലമുറയിലെ മികച്ച വായനക്കാരിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇന്ന് ഇതുപോലെ തന്നെ കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കാലത്ത് ലോകത്തിലെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊന്നും നമുക്ക് കിട്ടൂലായിരുന്നു. കാരണം അത് പണം കൊടുത്ത് പ്രിന്റഡ് ആയിട്ടുള്ള കോപ്പി മാത്രമേ വരുള്ളൂ. ഇന്നിപ്പോ നിങ്ങൾക്ക് PDF നെറ്റിൽ പോയി നിങ്ങൾക്ക് ഏത് മാസികയും കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ലണ്ടനിലെ ഗാർഡിയൻ, ന്യൂയോർക്ക് റിവ്യൂ ഓഫ് ബുക്സ്, പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ ബുക്ക് റിവ്യൂ എന്ന് പറയുന്ന ഒരു പ്രത്യേക പങ്ക്തി പണ്ട് തൊട്ടേ ഉണ്ട്. അവിടെയും പരിമിതമാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒരാഴ്ചയിൽ ഒരു പേജായിരിക്കും മാറ്റിവെക്കാൻ പറ്റുക. അതിൽ 4-5 പുസ്തകമേ കൊള്ളുള്ളൂ. ഈ 4-5 പുസ്തകം എന്ന് പറയുന്നത് ആരായിരിക്കും? അത് ഇൻഫ്ലുവൻസ് ഉള്ളവരുടെ പുസ്തകങ്ങൾ കേടി വരും. അപ്പൊ ഈ പ്രശ്നം എപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മൾ വായനയിൽ നിന്നും നമ്മൾ മുന്നോട്ട് പോകണം. നമ്മളൊരു പുസ്തകം എടുത്ത് വളരെ നമുക്ക് ചേരാത്തതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിർത്താൻ നമ്മൾ പഠിക്കണം. പുസ്തകം പൂർത്തിയാക്കുമെന്ന് പറയുന്ന ഒരു ധ്യാനമല്ല. കാരണം എല്ലാ പുസ്തകങ്ങളും എല്ലാവർക്കും വേണ്ടി വായിക്കാൻ എഴുതിയതല്ല. അതുകൊണ്ടാണല്ലോ ഇത്രയധികം പുസ്തകങ്ങളുടെ എണ്ണം നമ്മൾ പറഞ്ഞത്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം, നമ്മൾക്ക് വായിച്ചിരിക്കേണ്ട പുസ്തകം, ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയും അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയും ചെയ്യണം. അത് കണ്ടെത്താനുള്ള വഴികൾ ഒന്ന് ലൈബ്രറികളുണ്ട് ധാരാളം. ആ ലൈബ്രറിയിൽ പോയാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അവിടെ മാഗസിൻസ് ഉണ്ടാവും, അതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഗൂഗിളിൽ തന്നെ നിങ്ങൾക്ക് വായനക്കാരുടെ ഏറ്റവും നല്ല പുസ്തകങ്ങൾ പറയുന്നവരുണ്ടാവും. ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം അതുകൊണ്ടാണ് പ്രസക്തമാവുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വായനക്കാരെന്നല്ലേ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം നിങ്ങൾക്കും കൂടി കണ്ടെത്താൻ കഴിയുന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ലോകത്തിൽ വായിച്ചിരിക്കേണ്ടതെന്ന് പറയുന്ന ഇപ്പൊ നോവലില്, വൈജ്ഞാനിക സാഹിത്യത്തിൽ അങ്ങനെയൊക്കെ കുറെ പുസ്തകങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെ ഒരു ലിസ്റ്റിംഗ് ഉണ്ട്. പ്രധാനപ്പെട്ട ആനുകാലികങ്ങളൊക്കെ അവര് പ്രധാനപ്പെട്ട ബെസ്റ്റ് സെല്ലേഴ്സ് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളെ കുറിച്ചുള്ള കണ്ടന്റും അവരുടെ ആർക്കൈവ്സിലൊക്കെ ഉണ്ടാവും. നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലോ മറ്റ് ഇൻഫ്ലുവൻസേഴ്സിന്റെയോ ആ ചതിയിലങ്ങ് വീണു പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം നഷ്ടമാവും. സമയം ഇതിനകത്ത് വളരെ പ്രധാനമാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. സാറിന്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സാറ് പറഞ്ഞത് പുസ്തകങ്ങൾ 2 തരത്തിലാണുള്ളത്, ഫിക്ഷനും നോൺ ഫിക്ഷനും. അതിൽ സാറ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നോൺ ഫിക്ഷൻ നമുക്ക് അധികം ആൾക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിലാണല്ലോ. അത് ഈസി ആയിട്ട് വായിക്കാൻ വേണ്ടിയൊക്കെ റീഡിംഗ് ടൂൾസ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പം അത് സാറ് പറഞ്ഞ് കുറെ സ്ഥലത്തൊക്കെ അത് എത്തിയിട്ടുണ്ട്. അതിപ്പോ കേരളത്തിൽ എത്തിയിട്ടുണ്ടോ? അത് വായനക്കാരിലേക്ക് എങ്ങനെയാണ് സാർ അത് എത്തിക്കാൻ ശ്രമിക്കുന്നത്? ഈ ഫിക്ഷൻ നോൺ ഫിക്ഷൻ എന്ന് പറയുന്നതിൽ മലയാളത്തിലുള്ള പ്രശ്നം വെച്ചാൽ നമ്മുടെ പബ്ലിഷിംഗിൽ നോൺ ഫിക്ഷൻ അത്രയൊന്നും സജീവമല്ല. പാശ്ചാത്യ ലോകത്ത് നടക്കുന്ന അത്ര വൈജ്ഞാനിക സാഹിത്യം മലയാളത്തിൽ ഉണ്ടാവുന്നില്ല. പാശ്ചാത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് ഫിക്ഷനേക്കാൾ കൂടുതൽ സജീവവും ശക്തവുമാണ് നോൺ ഫിക്ഷൻ. നോൺ ഫിക്ഷൻ അവിടെയുള്ള ഒരു പ്രത്യേകത, പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഫിക്ഷനേക്കാൾ മനോഹരമായി എഴുതപ്പെടുന്നു എന്നുള്ളതാണ്.
ആളാണ്. വായിക്കാൻ വളരെ മനോഹരമായിട്ട് എഴുതാൻ കഴിവുള്ളവർ എന്ന് വെച്ചാൽ അതൊരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ആയി മാറി. അതൊരു അക്കാഡമിക് റൈറ്റിംഗ് അല്ല. അക്കാഡമിക് റൈറ്റിൽ നിന്ന് മാറിയിട്ട് അതൊരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ആയതോടുകൂടി അതിന്റെ വായന വളരെ സുഖകരമായ ഒരു കാര്യമായി. ഇപ്പൊ ഞാൻ വായിച്ചിരിക്കുന്ന ഒരു പുസ്തകം സൽമാൻ റുഷ്ദിയുടെ നൈഫ് എന്ന് പറയുന്ന പുസ്തകമാണ്. അദ്ദേഹം വളരെ വിഖ്യാതനായ നോവലിസ്റ്റാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ നോൺ ഫിക്ഷൻ, നോവൽ അല്ലാത്ത പുസ്തകങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നോവലിനേക്കാൾ മനോഹരമാണ് അദ്ദേഹത്തിന്റെ നോൺ ഫിക്ഷൻ എഴുത്ത്. അതെ, ആ മാജിക്കൽ റിയലിസത്തിന്റെ ഒരു ടച്ച് ആ നോൺ ഫിക്ഷനിലും വരുന്നുണ്ട്. ആക്ച്വലി മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത് അത് ഭാഷയാണ്. ഭാഷയിലൂടെയാണ് ഈ മാജിക്കൽ റിയലിസം. അടിസ്ഥാനപരമായി ഇത് ഭാഷയാണ്. അപ്പോ കഥയിലല്ല മാജിക്കൽ റിയലിസം ശരിക്കും വരുന്നത്. ഭാഷയുടെ പ്രയോഗത്തിലൂടെ സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് മാജിക്കൽ റിയലിസം. അതൊരു സൂക്ഷ്മതയുടെ പേരാണ്. ഡീറ്റെയിലിംഗ്, കൂടുതൽ ഡീറ്റെയിലിംഗ് പറഞ്ഞ് അതിനെ നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് മാജിക്കൽ റിയലിസത്തിന്റെ ഒരു യഥാർത്ഥമായ ഒരു അന്തസത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ എഴുതുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ പല ഫിക്ഷൻ റൈറ്റേഴ്സും വളരെ മനോഹരമായിട്ട് നോൺ ഫിക്ഷൻ എഴുതുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ ഈ ഫിക്ഷൻ വായനയ്ക്ക് കിട്ടുന്ന പ്രാമാണ്യം അല്ലെങ്കിൽ പ്രാധാന്യം നോൺ ഫിക്ഷന് കിട്ടുന്നില്ലായിരുന്നു. ഇപ്പം കുറച്ച് മാറിയിട്ടുണ്ടാവും, പക്ഷെ പണ്ടൊന്നും ഇല്ല, ഇപ്പോഴും ഇല്ല. ടീച്ചേഴ്സൊക്കെ ഫിക്ഷൻ വായിക്കാൻ ചിലപ്പോൾ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ക്ലാസിക്സ് വായിക്കണം എന്ന് പറയും. ക്ലാസിക്സ് എന്ന് പറയുന്നത് ഫിക്ഷൻ മാത്രമല്ല, ഒറിജിൻ ഓഫ് സ്പീഷീസ് ക്ലാസിക് ആണ്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ക്യാപിറ്റൽ ക്ലാസിക്സ് ആണ്, ഗാന്ധിയുടെ ആത്മകഥ, നെഹ്റുവിന്റെ ഇന്ത്യ കണ്ടെത്തൽ, ഇതൊക്കെ ക്ലാസിക് ആണ്. അപ്പൊ അങ്ങനെയുള്ള വായനയിലേക്ക് നമ്മൾ പോകുമ്പോഴാണ്, നമ്മൾ നോൺ ഫിക്ഷനിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ലോകത്തെ കുറെ കൂടി സൂക്ഷ്മമായിട്ട് അറിയാം, ജീവിതത്തെ കുറെ കൂടി സൂക്ഷ്മമായിട്ട് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആരോഗ്യ നികേതനം എന്ന് പറയുന്ന പുസ്തകം എന്തുകൊണ്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് അറിയാം. എന്തിന് വായിക്കുന്നു എന്ന് പറയുന്നൊരു ചോദ്യം ഇല്ല, എങ്ങനെയാണ് ഈ വായന ഉണ്ടായെന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. ഈ ആരോഗ്യ നികേതനത്തിലൊരു കഥയുണ്ട്. അതൊരു മശായി കുടുംബത്തിന്റെ കഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാഡി പിടിച്ചിട്ട് രോഗം അറിയാൻ പറ്റും, രോഗത്തിന്റെ കാഠിന്യം കണക്കാക്കിയിട്ട് മരണം അടുത്തുണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഒരു മശായി കുടുംബത്തിന്റെ കഥയാണ്. അതൊരു ജീവൻ മശായി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അതിന്റെ പ്രധാന വൈദ്യൻ. ആ വൈദ്യനും അയാളുടെ അച്ഛൻ, അപ്പൊ അച്ഛനും ഇതേപോലെ നാടി പിടിച്ച ആളാണ്. ഈ അച്ഛൻ ജഗത് ബന്ധു മശായി. ഈ രണ്ട് മശായിമാരും കൂടി അച്ഛന്റെ രോഗം അടുത്തു വന്നു, മരണം അടുത്തു വന്നു മനസ്സിലാക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്കിനി ഏതാനും നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. മകനോട് പറഞ്ഞു, നമുക്ക് ഗംഗാതീരത്ത് പോയിരിക്കാം. മരണം അവിടെയാണ്, അവരങ്ങനെ കാണുന്നവരാണ്. ഗംഗാതീരത്ത് മരിക്കുക എന്ന് പറയുന്നത് പുണ്യമായിട്ട് കരുതുക. അച്ഛനും മകനും കൂടി അവിടെ പോയിരുന്നപ്പോൾ അവസാനമായിട്ട് അച്ഛൻ മകനോട് ചോദിക്കുകയാണ്, ജീവൻ, ഇനി നിനക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും അറിയാനുണ്ടോ എന്ന്. ഒരാൾ മരിക്കാൻ പോകുമ്പോൾ അയാളെ മകനോട് ചോദിക്കുകയാണ്, ഞാനിത് മരിക്കാൻ പോകുന്നു, ഇനി നിനക്ക് എന്തെങ്കിലും എന്നിൽ നിന്ന് അറിയാനുണ്ടോ എന്ന്. ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യം ഏതെല്ലാമോ തലമുറയിലെ, പഴയ തലമുറയിലെ മനുഷ്യർ ചോദിച്ചിട്ടുണ്ടാവും. നമ്മൾ കുറേ പഠിച്ചു, കുറേ അനുഭവിച്ചു, കുറേ മനസ്സിലാക്കി. എന്നിട്ട് നമ്മളൊരു ദിവസം രാവിലെ രോഗം കാരണം നമ്മളെ മനുഷ്യന്റെ ശരീരം ഇല്ലാതായി, മസ്തിഷ്കം ഇല്ലാതായി മരിച്ചുപോകും. ഈ അനുഭവിച്ചതും പഠിച്ചതും അറിവുമൊക്കെ ആ മസ്തിഷ്കത്തിൽ അങ്ങ് നലിച്ചു പോകും. അപ്പൊ ഇല്ലാതാവുന്നു. ഇല്ലാതാവുന്ന ഒരാൾക്ക് അറിഞ്ഞത്, നേടിയത് മറ്റൊരു തലമുറക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഈ ഒരു അന്വേഷണത്തിൽ നിന്നാവും എപ്പോഴോ ഒരു തലമുറ ഇത് എഴുതി വെക്കണം, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം. ഓറൽ ട്രഡീഷനാണ് ആദ്യത്തെ എഴുത്തിന്റെ, പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു കാണും. അവരുടെ മരണത്തിന് മുന്നേ അവരനുഭവിച്ചതും അവരറിഞ്ഞതും മറ്റൊരു തലമുറക്ക് പറഞ്ഞു കൊടുക്കും. ഈ പറഞ്ഞു കൊടുക്കലിന്റെ മറ്റൊരു രൂപമാണ് നമ്മൾ എഴുത്തായി വന്നത്. ഈ എഴുത്തിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന വായന എന്ന് പറയുന്നത് സാധ്യമായത്. അപ്പൊ അതിന്റെ ഒറിജിൻ അവിടെയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതിന്റെ ഏറ്റവും കൃത്യമായ ഒരു ഫോമാണ് പുസ്തകം. അപ്പൊ അതാണ് വായന. അപ്പൊ ഈ മസ്തിഷ്കത്തിലുള്ള അറിവിനെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് കണ്ടെത്തിയതാണ്. ഇപ്പോഴും നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരവൊന്നുമില്ല. മസ്തിഷ്കത്തിലെ മരിച്ചു പോകുമ്പോൾ മരിച്ചു പോയത് തന്നെയാണ്. ഇതിനെ എങ്ങനെ സാംശീകരിച്ച് മറ്റൊരു തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിക്കാന്ന് പറയുന്ന ഒരു വലിയ ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. ന്യൂറോ സയൻസ് ഭയങ്കരമായിട്ട്. ഇന്നിപ്പോ വായനയുടെ കാര്യത്തിൽ പറഞ്ഞാൽ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന പുസ്തകങ്ങളുള്ളത് ന്യൂറോ സയൻസിലാണ്. സാധാരണ മനുഷ്യർക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ആർട്ടിക്കിൾസ്, ലേഖനങ്ങൾ, പുസ്തകങ്ങളൊക്കെ ന്യൂറോ സയൻസിൽ പോലും വരുന്നുണ്ട്. അപ്പൊ ടെക്നോളജി കൊണ്ടും ഒരുപാട് സൗകര്യങ്ങളുണ്ട്, പക്ഷെ ഇതുപോലത്തെ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഗൈഡൻസ് നമുക്ക് തന്നെ നൽകാൻ പറ്റും. ഒരു പാത്ത് നമുക്ക് കിട്ടും. ആ പാത്ത് കിട്ടുന്നവരെയുള്ളൂ ഈ ക്രൈസിസ്. ആ പാത്ത് കിട്ടുന്നവരെ പൊതുവെ ഇഷ്ടമുള്ളതൊക്കെ തോന്നിയതൊക്കെ വായിച്ച് തന്നെ തുടരാം. പക്ഷെ ഇടയ്ക്ക് വെച്ച് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് നമ്മുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി ആ താല്പര്യങ്ങളിലെ നല്ല കൃതികളെ കണ്ടെത്താൻ ശ്രമിക്കണം. സാർ, ഈ ബുക്കൊക്കെ കൂടുതലും വളർന്നു വരുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ. അപ്പോൾ നമ്മൾ പഴയ കാലത്ത് ഒരു ബുക്കിൽ നമ്മൾ അതിൽ ലയിച്ചിരുന്നിട്ട് അതിൽ ഇമാജിനേഷനിലേക്കൊക്കെ പോയിട്ട് വായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ ഈ ബുക്കിൽ റെക്കോർഡിംഗ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഒരു റോബോട്ടിക് ടൈപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ഇമാജിനേഷൻ ഒക്കെ ഇല്ലാന്നല്ല, പക്ഷെ എന്നാലും വേറൊരാള് പറഞ്ഞ് കേൾക്കുന്നത് ഇതിനെക്കാട്ടും നമ്മൾ വായിച്ച് നമ്മളെ ഒരു ഇമാജിനേഷനിലേക്ക് പോകുന്നതാണല്ലോ കുറച്ചുകൂടി ബെറ്റർ. അപ്പം എങ്ങനെയാ ആ ഒരു ഇമോഷണൽ ടച്ചിങ് എങ്ങനെയാണ് വ്യത്യസ്തമായത്? ഈ ബുക്കില് നിങ്ങൾ പറഞ്ഞ പ്രശ്നമില്ല, ഓഡിയോ ബുക്കിൽ നിങ്ങൾ പ്രശ്നമില്ല. ഈ ബുക്കിന്റെ പ്രശ്നം എന്ന് പറയുന്നത്
അതൊരു സാധ്യതയാണ്. അതെന്തുകൊണ്ട് വന്നു നമ്മൾ ആലോചിച്ചാൽ മനസ്സിലായി. ഇതിന് വായനക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പുതിയത് വരുമ്പോൾ നമ്മൾ അത് എന്തുകൊണ്ട് വന്നു എന്ന് ആലോചിക്കും. ഞാൻ പണ്ട് താമസിച്ചിരുന്ന വീട്ടിൽ എനിക്ക് വേണ്ട പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെ എനിക്ക് അടുത്തുള്ള ലൈബ്രറിയിൽ പോയി പുസ്തകം എടുക്കാമായിരുന്നു. ഇന്നിപ്പോ നിങ്ങളുടെ തലമുറ വന്നപ്പോൾ നിങ്ങൾ ഇന്ന് കോഴിക്കോടായിരിക്കും, നിങ്ങൾ നാളെ എവിടെയെല്ലോ ആയിരിക്കും. ലോകത്തിന്റെ എല്ലായിടത്തും പോകാനുള്ള ശേഷി മനുഷ്യർക്കൊക്കെ ഉണ്ട്. ആ സാങ്കേതിക വിദ്യ പഠിച്ചു. നമ്മളാരും വീട്ടിലടഞ്ഞിരിക്കുന്നവരല്ല. അപ്പൊ നമ്മുടെ മൂവ്മെന്റ് കൂടിയപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മുടെ കൂടെ തന്നെ വേണം. അപ്പൊ എന്റെ ലൈബ്രറി എന്റെ കൂടെ വേണം എന്ന് തോന്നിയ ഏതോ ഒരാളായിരിക്കും ഈ ബുക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടാവുക. എന്റെ ഫോണിലുള്ള കിൻഡിലില് എന്റെ പുസ്തകങ്ങളൊക്കെ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടുന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു ബ്രേക്ക് കിട്ടിയാൽ എനിക്ക് ഇഷ്ടമുള്ള പുസ്തകം ഏതാണെന്ന് വെച്ചാൽ അതായത് നോക്കി വായിക്കാൻ പറ്റും. പണ്ടത്തെ കാലത്ത് എന്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് ആ പുസ്തകം എടുത്ത് കൊണ്ടുവരണം. നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വഭാവം മാറിയപ്പോ അതിനനുസരിച്ച് നമ്മുടെ സൗകര്യങ്ങളെ മാറ്റാൻ ടെക്നോളജി കണ്ടുപിടിച്ചൊരു വഴി മാത്രമാണ് ഈ ബുക്ക്. ഡെഫിനറ്റ്ലി ഒരുപാട് പരിമിതികൾ അതിനുണ്ടാവാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റത് ശീലിച്ചതുകൊണ്ടാണ്. ആദ്യത്തെ പുസ്തകം വായിച്ച ആള് മൺകട്ടയിലാണ് വായിച്ചത്, പിന്നീട് ഇലയിലാണ് വായിച്ചത്. പിന്നീട് പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് വരുമ്പം ലോകത്തിൽ ഒരു പുസ്തകമൊക്കെ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വല്ല രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പിന്നീട് അവസാനം 15th സെഞ്ചുറിയിൽ ഈ ഗുണ്ടർട്ടിന്റെ ചെടിയന്ത്രം കണ്ടുപിടിച്ചതിന് ശേഷമാണ് കുറച്ചെങ്കിലും സജീവമായത്. 1930കളോടെയാണ് ജനകീയമായത് ഈ പുസ്തകം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകം പൈസ കൊടുത്ത് ചെറിയ പണം കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങിക്കാവുന്ന ഒരു പ്രോഡക്റ്റായി മാറുന്നത്. അതുവരെ ഇത് വലിയവർക്ക് മാത്രമേ പറ്റുള്ളൂ. ലൈബ്രറികൾക്ക് പറ്റും, അല്ലെങ്കിൽ പ്രഭുക്കന്മാർക്ക് പറ്റും, രാജാക്കന്മാർക്ക് പറ്റും, അങ്ങനെയുള്ള ഇന്റലക്ച്വൽസ് അങ്ങനെയുള്ളവർക്കേ പറ്റുള്ളൂ. നമുക്കറിയാം ഹാർഡ് ബൗണ്ട് വലിയ പുസ്തകങ്ങളായിരിക്കും. കാരണം ഓരോന്നായിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ആയിട്ട് പ്രിന്റ് ചെയ്യാൻ ടെക്നോളജി വന്നു. അത് കഴിഞ്ഞ് കംഫർട്ടബിൾ ആയ പുസ്തകം, വില കുറഞ്ഞ പുസ്തകം എന്ന് പറയുന്നത് വന്നു. ആക്ച്വലി അത് പറയുമ്പോൾ VK കൃഷ്ണമേനോൻ എന്ന് പറഞ്ഞ ആളെ കേട്ടിട്ടുണ്ടാവും, കോഴിക്കോടുകാരനാണ്. അപ്പൊ ഈ VK കൃഷ്ണമേനോൻ നെഹ്റുവിന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്ന വലിയ മനുഷ്യനാണ്. അദ്ദേഹം വലിയ വായനക്കാരനായിരുന്നു. പക്ഷെ അദ്ദേഹമാണ് 1935 അലൻ ലെയ്ൻ എന്ന് പറയുന്ന ഒരാളും കൂടി അവർ രണ്ടുപേരും ബുക്ക് ഷോപ്പിൽ ജോലി ചെയ്യായിരുന്നു. അവരവിടുന്ന് വിട്ടിട്ട് അവർ രണ്ടുപേരും കൂടി ഒരു പ്രസാധനശാല തുടങ്ങി. അപ്പൊ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണ് അവർ പെൻഗ്വിൻ എന്ന് പറയുന്ന പബ്ലിഷിംഗ് ഹൌസ് തുടങ്ങിയത്. അങ്ങനെ ചീപ്പായ പേപ്പർ ബാക്ക് എന്ന് പറയുന്ന നമ്മൾ ഇന്ന് വാങ്ങുന്ന പുസ്തകങ്ങളുടെ തുടക്കം അവിടെയാണ്. അതിനുശേഷമാണ് വായന എല്ലാവർക്കും സാധ്യമായത്. ഇപ്പൊ ഒരുപാട് സാധ്യതയുണ്ടായി. അപ്പൊ ടെക്നോളജി മാറുന്നതിനനുസരിച്ച്, കാലം മാറുന്നതിനനുസരിച്ച് അതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് കുറെ ഇഷ്ടങ്ങളുണ്ടാവും. ശീലിച്ചു പോയ ഇഷ്ടങ്ങളുടെ കൂടെ നമ്മൾ എപ്പോഴും അതിന്റെ തടവുകാരാണ്. നമുക്ക് പ്രിന്റഡ് പുസ്തകമേ പറ്റുള്ളൂ. പ്രിന്റഡ് പുസ്തകത്തിന് മണമുണ്ട്, ആ മണം കേട്ടാലേ വായിച്ചാൽ മനസ്സിലാവുള്ളൂ. അങ്ങനെ കുറെ കോൺസെപ്ഷ്യലായിട്ട് നമ്മൾ പിടിച്ചു അടയ്ക്കപ്പെടും. അങ്ങനെയൊക്കെ ഉണ്ട്. ദോഷമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സാധ്യത മാറി. എത്ര പുസ്തകം നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും? 2-3 മാസം നമ്മളൊരു വലിയ പുസ്തകം വാങ്ങിച്ചു. അപ്പോൾ യാത്രക്ക് വായിക്കാൻ എടുത്തു. വായിച്ചു തുടങ്ങിയപ്പോൾ അത് ഭയങ്കര ബോറാന്ന് മനസ്സിലായി. നമ്മുടെ വായന പോയി, വേറെ പുസ്തകമില്ല കയ്യിൽ. അപ്പൊ അതിന്റെ ഒരു സാധ്യത ഭയങ്കരമാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അത് ലോകത്തിൽ നിന്ന് മൊത്തം ഡിസ്ട്രാക്ഷനാണ്. അത് ആ ഡിസ്ട്രാക്ഷനിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ പ്രക്രിയയുടെ പേരുകൂടിയാണ് വായന. നമ്മൾ വായനയിലൂടെ ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസിനെ മാറ്റിപ്പിടിക്കാൻ കഴിയണം. ആ രീതിയിൽ വായന നമ്മൾ സ്മൂത്തൻ ചെയ്യണം. എന്നുവെച്ചാൽ വായന മാത്രമല്ല ജീവിതം. ജീവിതം എന്ന് പറയുന്നത് വലുതും കൂടിയതാണ്. ജീവിതത്തെ കുറെ കൂടി ശക്തമാക്കാൻ, നമ്മുടെ ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കാൻ, അപ്പോൾ ലോകത്തിന്റെ വൈവിധ്യത്തെ, മനുഷ്യ ജീവിതത്തിന്റെ ഭയങ്കരമായ സമഗ്രതയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു ഒരു സാധനമായിട്ടാണ് പുസ്തകത്തെ നമ്മൾ കാണേണ്ടത്, സാഹിത്യത്തെ നമ്മൾ കാണേണ്ടത്. ആ അനുഭവത്തിന്റെ ഒരു തീക്ഷ്ണത വളരെ ചുരുങ്ങിയ ഒരു 10-60 കൊല്ലത്തെ ജീവിതം കൊണ്ട് ഒരു വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന അനുഭവം എന്ന് പറയുന്നത് വളരെ വളരെ പരിമിതമാണ്. പക്ഷേ ഒരു വായനക്കാരനായ വ്യക്തിയാവുമ്പോൾ അതിന്റെ മൾട്ടിറ്റ്യൂഡ് വളരെ വലുതാണ്. എനിക്ക് ടോൾസ്റ്റോ ഉണ്ടാക്കിയ ഒരു ജീവിതത്തെ എന്റെ മനസ്സിലുണ്ട്, വിഭൂതിഭൂഷന്റേതുണ്ട്, ടാഗോറിന്റെ ഗോറ വായിച്ചത് എന്റെ മനസ്സിലുണ്ട്, ഖസാക്കിലെ രവിയുടേത് എന്റെ മനസ്സിലുണ്ട്, മയ്യഴിയിലെ മുകുന്ദനുണ്ടാക്കിയത് എന്റെ മനസ്സിലുണ്ട്. അപ്പൊ അങ്ങനെ വ്യത്യസ്തരായ മനുഷ്യര് കണ്ട ജീവിതം, അവർ ഭാവനയിൽ ഉൾക്കൊണ്ട ജീവിതം, ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് കൊണ്ടാണ് വായന ഏറ്റവും പ്രിയപ്പെട്ടായി മാറുന്നത്. വായന, അനുഭവം, അനുഭൂതി എന്ന വിഷയത്തിൽ ലേഖകനും പ്രഭാഷകനുമായ NE സുധീറുമായി ജന്നത്ത് ഫസ്ലി, റസീന, ഫാത്തിമ ജുമാന എന്നിവർ സംവദിച്ച പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഈ ചർച്ചയുടെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം യുവവാണിയിൽ കേൾക്കാം. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. നിർവഹണം ഫഹദ് റാസ. തയ്യാറാക്കിയത് സുധർമ്മ. യുവവാണി സമാപിക്കുന്നു.